തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹവാർഡ് ഗാർട്ട്നർ 1983 ഈ തിയറി ഫോർമുലേറ്റ് ചെയ്തത്. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഇൻ്റലിജൻസിൻ്റെ ഡെഫിനേഷനാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള. ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു ഫൈൻഡ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് ആൻഡ് ക്രിയേറ്റ് പ്രോഡക്ട്സ് ഓഫ് വാല്യൂസ് ഇൻ വൺസ് കൾച്ചർ. ഇദ്ദേഹം 8 തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള താല്പര്യം, ബുക്സ് വായിക്കാനും അതേപോലെ തന്നെ സ്പീച്ച് പറയാനും ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണ്. വൊക്കാബുലറി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഡിബേറ്റ് ഡിസ്കഷൻസ് ഒക്കെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യും. ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ 8 തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് അവരെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ വേണം ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാനായിട്ട്. നെക്സ്റ്റ് പറയുന്നത് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ്. അതിൽ ഫാക്ട്സ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആളുകളാണ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനുള്ള ടാസ്കൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അതുവഴി ഹെൽപ്പ് ചെയ്യും. പിന്നെ മോഡലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. അതിൽ റോൾ പ്ലേ ഒക്കെ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ വിഷ്വൽ, അവർക്ക് ഇമേജിനറി ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇമേജസ് മൈൻഡിൽ വരും, അത് മെമ്മറബിൾ ആയിട്ടിരിക്കും. സോ ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പോൾ കുറേയും കൂടെ ഇമേജസ് ഇമേജസ് PPTയിലൊക്കെ കാണിച്ചുകൊണ്ട് ക്ലാസ് കണ്ടക്ട് ചെയ്യുക. ദെൻ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, റിതംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനൊക്കെ താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ. അപ്പോൾ ഇവർക്ക് സെമിനാർ അസൈൻമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് സെൽഫാണ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. നെക്സ്റ്റ് പറയുന്നത് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. അതായത് നമ്മുടെ നേച്ചറിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. സോ ഈ കമ്മിറ്റ്മെൻറ്റ് കൂടുതൽ ആൾക്കാരാണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ.